എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Strength card, 5 of Wands, Full Energy, Double Moment, Page of Swords, Knight of Wands, Energy Connections. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒത്തിരി പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിചാരിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ വരണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരിക്കും പല കാര്യങ്ങളും നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് നിങ്ങളുടെ മനോധൈര്യം അല്ലെങ്കിൽ നിങ്ങൾ മനസാന്നിധ്യം എന്താണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരം നൽകുന്ന ഒരു നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ കറേജ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് എന്താ പറയുക, ഇമോഷണലി തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ നിങ്ങൾ കുറച്ചൊരു എന്താ പറയുക, ഒരു ഇച്ചിരി അരഗൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് മറ്റുള്ളവർ പറയുന്നൊന്നും കേൾക്കില്ല, സ്വന്തം ഇഷ്ടത്തിനാണെല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയും ധാർഷ്ട്യമൊക്കെ കൂടുതലുള്ളവരാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങളെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതിനനുസരിച്ചിട്ട് വഴങ്ങിക്കൊടുത്ത് മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും ഈ ഒരു സമയത്ത് ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം. കാരണം ഈ സിറ്റുവേഷനിൽ പെട്ടെന്നൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് മറ്റൊന്നുള്ളവർ പറയുന്ന അല്ലെങ്കിൽ ഐ ഡോണ്ട് ടേക്ക് ഓർഡേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടിലായിരിക്കും. ഇപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്ന് താഴ്ന്നിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ടേക്ക്. കാരണം കുറച്ചൊരു ഈഗോ, സ്റ്റബേർനെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് പുറകോട്ടേക്ക് വയ്ക്കുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ. ഈ ഒരു സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ നമ്മൾ ഓവറായിട്ടും മറുപടി പറയാനോ റിയാക്ട് ചെയ്യാനോ പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊന്നും ന്യായത്തിന് നീതിക്ക് നിരക്കുന്നതല്ല, അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനോ പറയാനോ ഒക്കെ ഉള്ളൊരു തോന്നലുകളും ഉണ്ടാവാം. പക്ഷേ അതിനൊന്നും പറ്റിയൊരു സമയമല്ല ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ കുറച്ചൊന്ന് മനസ്സിനെ ഒന്ന് കൺട്രോളിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ, മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം സഹായകരമായിരിക്കും. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ആത്മീയതയോ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളോ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ 5 of Wands എനർജിയാണ്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നല്ല കോമ്പറ്റീഷനുള്ള സമയമാണ്. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ജോലിയിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പല സ്ട്രെസ്സ് കാര്യങ്ങൾ, ആങ്സൈറ്റി ഉണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ട് എടുക്കേണ്ടുന്ന കാര്യങ്ങൾ സ്ലോ ആയിട്ട് എടുക്കേണ്ടുന്ന ഒരു സമയമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് കൊണ്ട് എന്താണ്, ചില സാഹചര്യങ്ങളിൽ കോൺഫ്ലിക്ട്സും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് പേഴ്സണലി എടുക്കാതിരിക്കുക. ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സോഷ്യൽ ലൈഫ്, അതിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് സമയം ചിലവഴിക്കുന്നു, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സോഷ്യൽ ലൈഫ് അതുപോലെ ഉണ്ട് എങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടോ മറ്റെന്തെങ്കിലും തരത്തിലൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അതിൽ മുഴുകുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ചിന്തകൾ, ഇപ്പോൾ വർക്കിൽ ഒത്തിരി സ്ട്രെസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലാത്ത ഭാഗം ഏതാണ് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സ്ട്രെസ് തരാത്ത സൈഡ്, ഇപ്പോൾ പേഴ്സണൽ ലൈഫിൽ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അവിടെ നിങ്ങൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പേഴ്സണൽ ലൈഫിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് തീരുമാനങ്ങൾ എടുക്കുകയോ റിയാക്ട് ചെയ്യുകയോ ചെയ്യാൻ പറ്റിയ സമയമല്ല എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു സമയം എന്ന് പറയുന്നത് സർവീസ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കൂടുതൽ യെസ് ഓർ നോ രീതിയിൽ കാര്യങ്ങൾ ഒതുക്കുന്നത്, കൂടുതൽ ചോദിച്ചാൽ അത് വ്യക്തത കൊടുക്കുക, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക. കാരണം പലപ്പോഴായിട്ട് നിങ്ങൾ എത്രത്തോളം കൂടുതൽ സംസാരിക്കുന്നു അത്രത്തോളം കൂടുതൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ യെസ് ഓർ നോയിൽ പറയാൻ പറ്റുന്നതാണെങ്കിൽ അതങ്ങനെ പറയാം, അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന മറുപടി എന്നുള്ള രീതിയിലാണ്. അത് ഏത് കാര്യത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും
മറ്റ് സാഹചര്യങ്ങളിലാണെങ്കിലും ആ ഒന്ന് മിതത്വം പാലിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് മേഖലയിൽ ഫുഡ് ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാറ്ററിംഗ്, ഫുഡ്, ബേക്കറി അതുപോലുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവർ, സ്വന്തമായിട്ട് അതുപോലത്തെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല വളരെ പോസിറ്റീവ് എനർജി ആണ് കാണിക്കുന്നത്. പക്ഷെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് അതായത് പുതിയതായിട്ട് ആദ്യമായിട്ട് തുടങ്ങുന്നില്ല, ഓൾറെഡി നിങ്ങളൊരു സ്ഥാപനമോ കാര്യങ്ങളോ ഉണ്ട്, പക്ഷെ അവിടെ വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് നീട്ടി വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഫുൾ കാർഡാണ്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസക്കുറവ്, കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ഈ ഒരു സമയത്തുണ്ട്. കാരണം ചുറ്റുപാട് സാഹചര്യങ്ങൾ അതാണ്. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുടെ ആവശ്യമില്ല, അത് ഈ ഒരു സമയമാണ്. ഈ ഒരു സമയം കടന്നു പോകും, അതിനുശേഷം നോർമലായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു താൽക്കാലികമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവില്ലായ്മ അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റാഞ്ഞിട്ടോ ഒന്നുമല്ല, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാത്രമാണിത്. അപ്പോൾ ഈ കാലം കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ജീവിതത്തിൽ വേണ്ടുന്ന മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിന് പറ്റിയ സമയമാണ്. ഒരു ആക്ഷൻ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ള തീരുമാനം എടുക്കേണ്ടുന്ന സമയമാണ്. അതിപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും മറ്റെന്തെങ്കിലും നിങ്ങളുടെ തീരുമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തി, പക്ഷെ ആ തീരുമാനം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളത് ആക്ഷനൊക്കെ എടുത്ത് പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിലേക്ക് ഇറങ്ങാൻ, പൂർണ്ണമായിട്ടും ഇറങ്ങാനോ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ അടുത്ത മാസത്തേക്ക് അത് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പൊതുവേ നിങ്ങളെ സംബന്ധിച്ച് ഭഗവാൻ വിഷ്ണു ഭഗവാനെ, ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള മന്ത്രങ്ങൾ ലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതോ വിഷ്ണു ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സഹായകരമാകുന്ന ഒന്നാണ് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടവർ മൂവ്മെൻ്റ് ആണ്. വീട് പണിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷനിലും ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീട് പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വീട് പണിയിൽ ചില മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ റീകൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ മാറ്റി പ്ലാനൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കുകയോ മാറ്റി വരയ്ക്കുകയോ വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണലായിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനുണ്ട്. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇനിയിപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച സമയത്ത് ചിലപ്പോൾ കയറി താമസിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയാവാം. എന്തായാലും ഇപ്പോൾ പക്ഷെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നില്ല എങ്കിൽ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളാവാം. ഇപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ അത് കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ടേക്ക് പൂർണ്ണമായിട്ട് പോകാവുന്നതാണ്. അതേപോലെ തന്നെ പേജ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചൊരു ഭയങ്കരമായിട്ട് പല കാര്യങ്ങളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള താല്പര്യം കൂടുതലെടുക്കും. മെഡിക്കൽ ഫീൽഡിലേക്ക്, മെഡിസിൻ ഹീലിംഗ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഫാർമസ്യൂട്ടിക്കൽ അതേപോലത്തെ എനർജിയാണ്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ ജോലി ചെയ്യുന്നൊരു ഫാർമസി സ്വന്തമായിട്ട് തുടങ്ങുന്നു, ഫലിതങ്ങളെയും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ജോലികളും കാര്യങ്ങളൊക്കെ നല്ലൊരു സൂചനയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിൽ ഒത്തിരി നല്ല സൂചനയാണ്. വിദേശത്തൊക്കെ പോയിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു സാഹചര്യമൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അപ്പോൾ അതൊരു അങ്ങനത്തെ ഒരു എനർജിയും സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി കിങ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഒത്തിരി ഈ ഒരു മാസം, പ്രത്യേകിച്ച് ഈ ഒരു മാസം അവസാനിക്കുമ്പോൾ ഒത്തിരി അധികം ആ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ആ ഒരു പഴയ ഒരു ആത്മവിശ്വാസം തിരിച്ചു കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മാസം അവസാനിക്കുമ്പോൾ ഈ മാസത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന പല കാര്യങ്ങളും അലിഞ്ഞില്ലാതാവുന്ന സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ പോകുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നു. മാത്രമല്ല ചില ആളുകളെ സംബന്ധിച്ച് പല പ്രത്യേക അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ സന്തോഷ വാർത്തകളോ ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ വീട് കയറി കൂടുക അല്ലെങ്കിൽ വീട് താമസിക്കുക, പാല് കാച്ചൽ, അതിൻ്റെയൊക്കെ വീട് വെഞ്ചരിപ്പ്, പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കുന്ന സാഹചര്യം, വിദേശത്തേക്ക് പോകാനുള്ള വിസ കാര്യങ്ങളൊക്കെ റെഡിയാവുന്ന സിറ്റുവേഷൻ ആകാം.
ചില ആളുകൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ കോൺട്രാക്ട്സോ കാര്യങ്ങളൊക്കെ റെഡിയായി അത് സൈൻ ചെയ്തു എന്നുള്ളത്. അപ്പോൾ മാസം അവസാനിക്കുമ്പോൾ ഈ മാസത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന സ്ട്രെസ്സ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ പോസിറ്റീവ് എനർജീസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.